കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൊടുത്ത ഒരു വലിയ വാർത്തയുണ്ട്. അത് റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുമായി അകലുന്നു എന്നുള്ളതാണ്. ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടില്ലേ, ഇസ്ലാമാബാദിൽ ഒരു സ്ഫോടനം നടക്കുന്നു. ഷിയ പള്ളിയിലാണ് ആ സ്ഫോടനം നടക്കുന്നത്. ഈ സ്ഫോടനത്തെ അപലപിച്ച് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വ്ളാഡിമിർ പുടിൻ ഇത് അപലപിച്ച്, അതായത് പാകിസ്ഥാനിൽ നടന്ന ഒരു സ്ഫോടനത്തെ അപലപിച്ച് രംഗത്തെത്തണമെങ്കിൽ അതിന് പിന്നിൽ എന്തായിരിക്കും കാരണം? ഇന്ത്യ പാകിസ്ഥാൻ ശത്രുത വ്ളാഡിമിർ പുടിന് നല്ലതുപോലെ അറിയാം. പുടിൻ അങ്ങനെ പാകിസ്ഥാനെ അവിടെ നടന്ന ഒരു വലിയ നീക്കത്തെ അല്ലെങ്കിൽ വലിയൊരു സ്ഫോടനത്തെ അപലപിച്ച് രംഗത്തെത്തണമെങ്കിൽ ഇന്ത്യയുമായി എന്തെങ്കിലും ശത്രുത പുടിന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത് ഇന്ത്യക്ക് നൽകിയ ഒരു സൂചനയാണ്. അങ്ങനെ ഇന്ത്യക്ക് സൂചന നൽകാൻ തക്കവണ്ണം എന്ത് കാര്യമാണ് ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ അസ്വാരസ്യത്തിലുള്ളത് എന്നുള്ളൊരു ചോദ്യം അവർ ഉയർത്തുന്നു. അത് ട്രംപ് ആണ്. അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പിടുന്നു, വെനിസ്വേലൻ എണ്ണ അവിടെ നിന്നും വാങ്ങാനായി നമ്മൾ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇവർ കണ്ടെത്തിയ പ്രധാനമായിട്ടുള്ള കാരണം. ഇത് പുടിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഇവർ ഇതിനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഇതിന്റെ സത്യം എന്താണ്? ഇത് സത്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. യഥാർത്ഥത്തിൽ ജിയോ പൊളിറ്റിക്സ് അങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കിയ ഏതൊരാൾക്കും ഇത് വ്യക്തമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് പാകിസ്ഥാനിൽ നടന്ന ഇസ്ലാമാബാദിൽ നടന്ന ഈ സ്ഫോടനത്തെ റഷ്യ അപലപിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു മര്യാദയാണ്. ഇന്ത്യയും ആ സ്ഫോടനത്തെ അപലപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ നിങ്ങളോട് മറച്ചു വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യയും ആ സ്ഫോടനത്തെ അപലപിച്ചു. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമായി സൗഹൃദം സ്ഥാപിക്കാൻ പോവുകയാണോ? അല്ല, ഇതൊരു ജനാധിപത്യ മര്യാദയാണ്, അല്ലെങ്കിൽ ഇത് ജിയോ പൊളിറ്റിക്കൽ മര്യാദയാണ്, അല്ലെങ്കിൽ ഇതൊരു ലോക മര്യാദയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാനിൽ നാളെ ഒരു ഭൂകമ്പം ഉണ്ടായാൽ അതിനെയും ഇന്ത്യ അപലപിക്കും. ചിലപ്പോൾ ഇന്ത്യ അവിടേക്ക് ഫസ്റ്റ് എയ്ഡുകൾ കയറ്റി അയക്കും എന്നുള്ളത് കൂടെ നമ്മൾ ഓർക്കുക. അങ്ങനെയും സംഭവിച്ചേക്കാം. എന്തിനു പറയുന്നു, നമ്മുടെ ശത്രു രാജ്യമായിട്ടുള്ള തുർക്കിയിലേക്ക് പോലും നമ്മൾ ഫസ്റ്റ് എയ്ഡുകൾ കയറ്റി അയക്കുന്നുണ്ട്. അവിടെ ഭൂകമ്പം ഉണ്ടായപ്പോൾ അതിനുശേഷം തുർക്കി വീണ്ടും നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു മര്യാദയാണ്. അവിടെ വലിയൊരു സ്ഫോടനം നടക്കുന്നു, അതിനെ അപലപിക്കുന്നു. ഇനി ഇന്ത്യയും റഷ്യയും തമ്മിൽ ഏറ്റവും വലിയ വ്യാപാരം നടക്കുന്നത് എണ്ണയിലൊന്നുമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വ്യാപാരം ഇന്ത്യയും റഷ്യയും തമ്മിൽ നടക്കുന്നത് അത് ആയുധ കച്ചവടമാണ്. കാരണം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 60% ആയുധങ്ങളും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നരേന്ദ്രമോദി വന്ന ശേഷം അമേരിക്കയിൽ നിന്ന് നമ്മൾ ഗണ്യമായി ഇറക്കുന്ന ആയുധങ്ങൾ വെട്ടിക്കുറച്ച് അത് റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുക. റഷ്യയുമായി നമ്മൾ ഇറക്കുമതി മാത്രമല്ല ഉള്ളത്, സംയുക്തമായി ചേർന്ന് ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജെറ്റ് എഞ്ചിൻ, കാവേരി എഞ്ചിൻ, ബ്രഹ്മോസ് പോലെയുള്ള വലിയ നമ്മുടെ അഭിമാനം അർഹമായിട്ടുള്ള മിസൈലുകൾ, അവരുടെ വലിയ രീതിയിലുള്ള ഫൈറ്റർ ജെറ്റുകൾ നമ്മൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും റഷ്യയുമായി നമ്മൾ സഹകരിക്കുന്നുണ്ട്. പിന്നെ ബ്രിക്സിലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം എന്ന് പറയുന്നത് നിസ്തുലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത് റഷ്യ ഇതാ ഇന്ത്യയെ തകർക്കാനായി പാകിസ്ഥാന് കൈകൊടുക്കുന്നു എന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.